ഇതെനിക്ക് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒന്ന് രണ്ട് ഉപദേശങ്ങളാണ്. അത് വേറെ ആരുമല്ല നൽകിയത്, എൻ്റെ അനിയൻ കുഞ്ഞ് തന്നെയാണ് നൽകിയത്. അതെനിക്ക് തോന്നിയിട്ടുമുണ്ട് ശരിയാണെന്ന്. അതായത് അവൻ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഉപദേശം എന്ന് പറയുന്നത്, അവളുടെ പെങ്ങൾ എന്ന നിലയിൽ എന്നോട് പറഞ്ഞത്, ഒരു പെണ്ണിനെ വളയ്ക്കാനായിട്ട് ഒരു ആണ് വിചാരിക്കുകയാണെങ്കിൽ അവരെ എന്തെല്ലാം പറഞ്ഞാൽ വളച്ചെടുക്കാമോ അതെല്ലാം അവർ പറയും. അത് സത്യമാണോ കള്ളമാണോ ഒന്നുമില്ല. അവരുടെ ഉദ്ദേശം എന്താണ്? ഒരു പെണ്ണിനെ വളച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാവോ പറയാമോ അതെല്ലാം അവർ ചെയ്യും എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്നറിയാമോ പറഞ്ഞത്? എൻ്റെ ഹസ്ബൻഡിൻ്റെ ആലോചന ഇങ്ങനെ വന്ന സമയത്ത് പറഞ്ഞതാണ് എന്നോട്. നമ്മൾക്ക് വിചാരിക്കും അവർ പറയുന്നതെല്ലാം ശരിയാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ എന്തായിരിക്കും? നമ്മളുടെ ആ സ്നേഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ കള്ളങ്ങൾ കൂടി അവരുടെ സംസാരത്തിൽ ചേർക്കും. നമ്മളത് കേട്ട് വിശ്വസിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെയുണ്ടോ? കള്ളം പറഞ്ഞിട്ടൊക്കെ സ്നേഹം നേടിയെടുക്കാൻ ശ്രമിച്ചിട്ട് എന്ത് കാര്യമാണ് സാധിക്കാനുള്ളത്? കാരണം ഒരിക്കലും ആ കള്ളം കള്ളമാണെന്ന് കേട്ട ആൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും. അപ്പം പിന്നെ എന്തിനു കള്ളം പറഞ്ഞത് നേടാൻ നോക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. അവൻ ഒരു ഉദാഹരണം പറഞ്ഞു. കാരണം അവനൊരു ആണാണ്. അപ്പം ആണുങ്ങളുടെയൊക്കെ ഒരു മനസ്സിലെ രീതികളൊക്കെ എന്താണെന്ന് ഏകദേശം അവനും അറിയാമല്ലോ. അവനും കൂട്ടുകാരോടൊക്കെ സംസാരിക്കുന്നതല്ലേ. അപ്പോൾ അത് അവൻ്റെ ഒരു കൺസെപ്റ്റ് അവൻ എന്നോട് പറഞ്ഞു. ഞാനത് പറയുന്നു എന്നേ ഉള്ളൂ. എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുന്നുമില്ല. പിന്നീട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പെങ്ങളെ ആരും പ്രേമിക്കാൻ പാടില്ല, പക്ഷേ എനിക്ക് മറ്റൊരാളുടെ പെങ്ങളെ പ്രേമിക്കാൻ ഇഷ്ടമാണ്. ആ ഒരു ഇതെന്ന്, എൻ്റെ പെങ്ങളെ ആരും പ്രേമിക്കില്ല, എൻ്റെ പെങ്ങളും ആരും പ്രേമിക്കില്ല, അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകില്ല. പക്ഷെ ഞാൻ പ്രേമിക്കും, മറ്റൊരാളുടെ പെങ്ങളെ പ്രേമിക്കും. അതൊക്കെ ശരികളും. അതായത് അവൻ പ്രേമിക്കുന്നത് ശരിയും, ഞാൻ ഇഷ്ടപ്പെടുന്നത് തെറ്റും, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നതും തെറ്റാണ്. മനസ്സിലായോ ഈ ഒരിത്? അപ്പം അവനെന്നോട് ഒരു ദിവസം പറഞ്ഞതാണ് ഇങ്ങനെ. എന്നിട്ട് ഞാനെന്താ ചിന്തിക്കുന്നത്, എൻ്റെ പെങ്ങളെ ആരും പ്രേമിക്കാൻ വന്നേക്കല്ല, പക്ഷേ എനിക്ക് പ്രേമിക്കണമെന്ന് തോന്നിയാൽ ഞാൻ മറ്റൊരാളുടെ പെങ്ങളെ പ്രേമിക്കും. അതാണ് ഒരു രീതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാ, ചിലർക്കൊക്കെ അങ്ങനത്തെ ഒരു മനസ്സുണ്ട്. എനിക്കങ്ങനെ ആകാം, പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർക്കൊന്നും ആ ഒരു ചിന്താഗതി പാടില്ല എന്നുള്ള രീതി. പിന്നീട് ഞാൻ ഒരിക്കൽ ഇങ്ങനെ നമ്മൾ ഈ ജിമ്മിൻ്റെയൊക്കെ ടൈമിലൊക്കെ അങ്ങനെയൊക്കെ ഓരോരോ ഭയങ്കരമായിട്ട് നമുക്കെതിരെ ഓപ്പോസിറ്റായിട്ട് പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്ന് വെച്ചാൽ, കാരണം ഹൈവേയുടെയൊക്കെ സ്ഥലമെടുപ്പിൻ്റെ ഒരു സമയം വന്നപ്പോഴത്തേക്ക് ജിം അത്രയും പണിത് വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പം വീണ്ടും അത് നിർമ്മിച്ച് അത്രയും പൊളിച്ചു കളയണമെന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷനാണ്. കുറേ കളക്ട്രേറ്റിലൊക്കെ കയറി ഇറങ്ങി വേണമെങ്കിൽ പൊളിച്ചു മാറ്റാമെന്നുള്ള സൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ബാക്കി പണിത് ചെയ്തതുമല്ല. ഏതായാലും ഭാഗ്യത്തിന് അവരുടെ അലൈൻമെൻറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ സ്ഥലം ഒഴിവായി കിട്ടി. അതിന് തൊട്ട് മുമ്പ് വെച്ച് അവരുടെ ആ കല്ല് വീണത്. അതുകൊണ്ട് ആ ഒരു രക്ഷ ഏതായാലും എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ കിട്ടി. അപ്പം അങ്ങനെ ഓരോ പ്രതിസന്ധികൾ വന്നപ്പം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിടാ, നമുക്ക് നേരെ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും, പക്ഷെ ചിലരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധികളും ഉണ്ടാവില്ല. അവരുടെ ജീവിതം നല്ല സ്മൂത്തായിട്ട് പോകും, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഏത് തരത്തിലായാലും, സാമ്പത്തികമായിട്ടുള്ളതായാലും അല്ലാതുള്ള പ്രശ്നങ്ങൾ, ഇപ്പം വീട്ടിൽ ഒരുപാട് പേര് സഹായിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് പേര് അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നവരുണ്ട്. ചിലരുടെ ജീവിതത്തിൽ മുഴുവനും പ്രശ്നങ്ങളായിരിക്കും. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ നീ കരുതിക്കൊള്ളുക. നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള കഴിവുണ്ട്, മനസ്സുണ്ട് എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് നിന്നെ കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് നിൻ്റെ ജീവിതത്തിലേക്ക് ഓരോരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു, പക്ഷെ നമുക്കതിനുള്ള കഴിവുണ്ട്. പക്ഷെ മറ്റൊരാളെ സംബന്ധിച്ചോ
അവർക്ക് അതിനുള്ള കഴിവില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് അവർക്ക് ജീവിതത്തെക്കുറിച്ച് മൊത്തത്തിൽ അറിയാനും പറ്റില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഓരോ പടിയും കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം സ്മൂത്തായിട്ട് പോകണമെങ്കിൽ എന്താണ് ആ ജീവിതത്തിനൊരു വലുതായിട്ടുള്ള അർത്ഥം? നമുക്ക് പലതും പഠിക്കാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ.